ഹലോ ചങ്ങായിമാരെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശിവ സീക്രട്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം CNG ക്ഷാമം. അപ്പൊ എല്ലായിടത്തും CNG ക്ഷാമമാണ്. CNG ക്ഷാമം അല്ല, ശരിക്കും പറഞ്ഞാൽ അത് വണ്ടിയിൽ കണ്ടമാനം കൂടിയിട്ട് CNG നമുക്ക് തികയുന്നില്ല, അതാണ് സത്യാവസ്ഥ. അപ്പൊ നമ്മള് ആദ്യം ഈ തിരക്ക് കുറഞ്ഞ പമ്പ് തപ്പി 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 നമ്മൾ നടക്കണം. അപ്പൊ അവിടെ പോയിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പാകത്തിനോളം കിടക്കാൻ. ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഈ ക്യൂ ഇറങ്ങിയിട്ട് നേരെ റോഡ് വരെ എത്തി, റോഡിന്റെ സർവീസ് റോഡും കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ CNG അടിക്കാൻ നിൽക്കുന്നത് പബ്ലിക്കിന് സത്യം പറഞ്ഞ ശല്യമാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. ചില ആളുകൾ പറയും, ഇപ്പൊ ഞാൻ നിനക്കൊരു ഐഡിയ പറഞ്ഞു തരാം, CNG നീ ഒഴിവാക്കികളാ, എന്നിട്ട് ഒരു EV എടുക്കുന്നു പറയും. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, EVക്കൊരു ഇപ്പോഴത്തെ EVകളുടെ റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 200-250, ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ നമ്മൾ ഈ ഒരു EV എടുത്തിട്ട് നമ്മുടെ ഒരു ടാക്സി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 200 കിലോമീറ്റർ ഓടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഈ EV എന്ന് പറഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ രാവിലെ തന്നെ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ മുതൽ തിരിച്ച് കീറുന്ന വരെ EV ഓണാണ്. നമ്മൾ 250 കിലോമീറ്റർ ഫിക്സഡ് ആയിട്ട് നമ്മൾ ഓടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു കാരണവശാലും നമ്മൾ ഈ വണ്ടി എടുക്കരുത്. കാരണം ഞാൻ EV ഇരിക്കുമ്പോൾ ടാക്സി ആയിട്ട് ഓടിച്ച ആളാണ്, എനിക്കറിയാം. അത് EVയിൽ ഒരു നമ്മൾ മാക്സിമം ഒരു 150 കിലോമീറ്റർ ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. അത്രയൊക്കെ ഓടുമ്പോഴേക്കും പിന്നെ വണ്ടി ചാർജ് കുത്തിയിടണം എന്നൊരു ലെവലിലേക്ക് ആവും. നമ്മൾ 180 കിലോമീറ്റർ ഓടിയിട്ടിട്ട് പിന്നെ നമ്മൾ കുത്തിയിടുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കുത്തിയിടാൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും ചാർജിങ് പോയിന്റിൽ ഒരു മാങ്ങാത്തിലും ഇല്ല. ഇനി എവിടെയെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെന്നുണ്ടെന്നില്ല, അവിടെ ഉണ്ടാവും വേറെ വണ്ടികൾ. നമുക്ക് കണക്ഷൻ കിട്ടിയെന്നിരിക്കുക, കണക്ഷൻ കിട്ടി നമ്മൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഇതൊന്ന് ചാർജ് ആയി വരണം. അപ്പോഴും ഫുൾ ചാർജ് ആവുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ. ഞാൻ ആ സമയത്ത് ഓടിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ കുത്തിയിടുമ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു ഫുൾ ചാർജൊക്കെ ആവാറുണ്ടാവുക. അപ്പോൾ എങ്ങനെ പോലെ അത്രയും സമയമൊക്കെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയനഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് EV എടുക്കാൻ കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് ആരുടെയെങ്കിലും മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ പാഴ്മോഹമാണ് മക്കളെ, പാഴ്മോഹമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന സബ്ജക്റ്റ് EV അല്ല, CNG ആണ്. HB പ്രാതൻ പോലുള്ള കമ്പനികളിലൊന്നും സാധനം ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ HP ഇന്ത്യൻ ഓയിലൊക്കെ പറയുന്നുണ്ട്, അവർക്ക് സാധാരണ നോർമൽ പോലെ തന്നെ 4 ലോഡൊക്കെ വരുന്നുണ്ട്, ആ 4 ലോഡും അടിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവർ അടിച്ച് പറയുന്ന വേറൊരു കാര്യം. അപ്പോൾ സത്യാവസ്ഥ ഭാവിയിലേക്ക് എന്താവും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇനി CNG വണ്ടി നല്ല മൈലേജാന്നും പറഞ്ഞ് പ്രൈവറ്റ് വണ്ടിയാക്കി എടുക്കാനിരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. അത് CNG അടിച്ച് ഓടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അനുഭവിക്കേണ്ടി വരും. പക്ഷേ CNG വിത്ത് പെട്രോൾ ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, പെട്രോൾ അടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും വണ്ടി ഓടാം. പക്ഷേ പെട്രോളിനുള്ള മൈലേജും കാര്യങ്ങളൊക്കെ അറിയാം. കാരണം ഇത് പറയാൻ നമ്മെ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, CNG വിത്ത് പെട്രോൾ ഇറക്കുമ്പോൾ CNGക്ക് മൈലേജ് കണ്ടുകൊണ്ടാണ് ഇറക്കുന്നത്. പക്ഷേ CNG വിത്ത് പെട്രോൾ എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഡീസൽ കിട്ടുന്നില്ല. ഡീസലിന് പെട്രോളിനേക്കാളും മൈലേജ് ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ടാക്സി വണ്ടീനെ CNG ആക്കി ഇറക്കാനിരിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ, ടാക്സി വണ്ടി ഇറങ്ങുമ്പോൾ എന്തായാലും CNG ഇറക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. കാരണം ഇപ്പോഴത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. റേറ്റ് നമ്മൾ CNGക്ക് കൂടിയാലേ മുതലിക്കുള്ളൂ, ഉറപ്പായിട്ടും അതങ്ങനെ തന്നെയാണ്. പക്ഷെ പ്രൈവറ്റ് വണ്ടികളാണെന്നുണ്ടെങ്കിലും CNG ഇറക്കാനിരിക്കുന്ന ആളുകൾ ഇതൊരു വലിയ പ്രശ്നമാണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ വലിയ പ്രശ്നമാണ്. ഇതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇതുപോലെ CNG തപ്പി ഒരുപാട് അലഞ്ഞൊരു വ്യക്തിയാണ്. ഞാൻ മാത്രമല്ല, കൊച്ചിയിൽ ഒട്ടുമിക്ക ടാക്സിക്കാരും ഇതുപോലെ തന്നെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് അലയുന്നവർക്ക് അറിയാൻ പറ്റും. ഞാൻ പമ്പിലെ ക്യൂല് നിന്നിട്ട് 1 മണിക്കൂർ ക്യൂല് നിന്നിട്ട് അടുത്ത് നെക്സ്റ്റ് ഞാനാണ് ഇതുപോലെ മെഷീനിൽ വണ്ടി കയറ്റിട്ടിട്ട് CNG അടിക്കേണ്ടത് എന്നൊരു സ്റ്റെപ്പ് വരെ എത്തി കഴിഞ്ഞപ്പോൾ അതിക്ക് തൊട്ട് മുമ്പ് CNG തീർന്നു പോയി. ഈ CNG തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലോഡ് വരണം. ആ ലോഡ് എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ലോഡ് വന്ന് അവർ മെഷീനിൽ സംഭവം കയറ്റി അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടിച്ചു തരാം. അപ്പോൾ അത്രയും പിന്നെയും വെയിറ്റ് ചെയ്യണം. ഭയങ്കര ലാഗാണ് സംഭവം. രാവിലെ തന്നെ ഇറങ്ങുന്നു, കുറച്ച് ഓട്ടങ്ങൾ എടുക്കുന്നു, CNG തീരുന്നു, CNGക്ക് തെണ്ടി നടക്കുന്നു ഉച്ചവരെ സമയങ്ങൾ. ഞാൻ പറഞ്ഞാൽ
എടപ്പള്ളിയിലൊക്കെ കൈ നീട്ടി നടക്കണേക്കാൾ അവസ്ഥയാണ് ഇപ്പൊ നമ്മളില്ല. അങ്ങനെ നോക്കുമ്പോ കൊച്ചിയിലെ ഏറ്റവും വലിയ തെണ്ടികൾ നമ്മളാണ്. പിന്നെ എന്തിനാണ് അവര് നമ്മളെ കാണുമ്പോ കൈ നീട്ടുന്നത്? ഇതിന് കോമ്പറ്റീഷൻ ആണോ എന്ന് ഒരു കാര്യം പറയാം കേട്ടോ. നമ്മൾ ഏതൊരു പണിയിൽ പോയി കഴിഞ്ഞാലും കോമ്പറ്റീഷനാണ്. അപ്പൊ പിന്നെ അവരെയൊക്കെ നമ്മൾ പറയരുത്. അപ്പൊ ഇതൊക്കെയാണ് ചങ്ങായിമാരെ CNG പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊന്നും അറിയാത്ത വണ്ടിക്കാർ, പ്രൈവറ്റ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇതൊക്കെ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ അവര് പെടും. അപ്പൊ ഇനി കാണും, അല്ല സോറി, ഇനി സന്ധിക്കും വരയ്ക്കും മണി. ഫലമേ ഇനിവാ കാലമെല്ലാം നമ്മളുതാ. ചെണ്ട തുള്ളി നെഞ്ചം തുള്ളി മെലക്കു എത്തി പോക്കാം മൂലി. നിന്റെ കണ്ണിൽ ഓജുക്കും ശാന്തം, എന്റെ നെഞ്ചിൽ ചാന്തം. കൊച്ചു സ്മൈലു മൊത്തം ഫൈലു, രണ്ടു പേരും ഒന്നു വൈബു. ഇത് പോലെ ഇത്